പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ നമ്പർ 8 ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന പാഠഭാഗത്തേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്, ഒരു പ്രോമിസറി നോട്ട് എന്താണ് എന്നീ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്കെല്ലാം അറിയാവുന്ന ചെക്ക് എന്ന ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ചെക്ക് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരാൾക്ക് ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിന് നമ്മൾ ക്യാഷ് കൊടുക്കണം. ആ കൊടുക്കേണ്ട എമൗണ്ടിന് പകരം നമുക്കൊരു ചെക്ക് കൊടുത്താൽ മതിയാവും. ആ ചെക്ക് ക്യാഷിന് തുല്യമായിട്ട് നിയമപ്രകാരം ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇന്ത്യയിൽ ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 എന്ന നിയമം മൂലം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട ക്യാഷിന് തുല്യമായിട്ട് കൈമാറ്റം ചെയ്യാവുന്ന ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റാണ് ചെക്ക് എന്ന് പറയുന്നത്. ക്യാഷിന് പകരം ചെക്ക് സ്വീകരിക്കുവാനും ചെക്ക് നൽകുവാനും സാധ്യമാണ്. നമ്മൾ ചെക്കിനെ അതുകൊണ്ട് തന്നെ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ്, ഒരു കൈമാറ്റ ഉപകരണം, ക്യാഷിന് തുല്യമായി കൈമാറ്റം ചെയ്യപ്പെടാവുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ചെക്ക് സ്വീകരിക്കപ്പെട്ട ആൾക്ക് ആ ചെക്കിൽ എഴുതിയിട്ടുള്ള ഡേറ്റിന് അത്രയും എമൗണ്ട് ക്യാഷ് കിട്ടിയില്ല എങ്കിൽ ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ ചെക്കിനെ പോലെ തന്നെ ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന രണ്ട് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും. നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് പരിശോധിക്കാം. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിലാണ് നമ്മൾ ചെക്കാണെങ്കിലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിലും പ്രോമിസറി നോട്ടും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാനൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഡേറ്റ് 1/4/2020 ആണ്. മിസ്റ്റർ അനിൽ സോൾഡ് ഗുഡ്സ് ടു സലീം ഫോർ ₹10,000. ദ ക്രെഡിറ്റ് പീരിയഡ് അലോഡ് ഈസ് 3 months. അനിൽ സലീമിന് 10,000 രൂപയുടെ ഗുഡ്സ് കടമായിട്ട് വിൽപ്പന നടത്തി. 3 മാസമാണ് ക്രെഡിറ്റ് പീരിയഡ് അനുവദിച്ചിട്ടുള്ളത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷനിലെ പാർട്ടീസ് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സെല്ലറാണ്. ഇവിടെ സെല്ലർ ആരാണ്? അനിലാണ് സെല്ലർ. ആർക്കാണ് സെയിൽസ് നടത്തിയത് അഥവാ ബയ്യർ ആരാണ്? ഡെപ്റ്റർ അഥവാ ബയ്യർ എന്ന് പറയുന്നത് സലീമാണ്. അപ്പോൾ സെല്ലർ ആയിട്ടുള്ള അനിലിന് സലീമിൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ കിട്ടാനുണ്ട്. ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ ഒന്ന് നിയമപ്രകാരം വാലിഡ് ആക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ 10,000 രൂപ കൃത്യമായിട്ട് കിട്ടി ബോധിക്കും എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സലീം ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുകയാണ്. ആ ഡോക്യുമെൻറ്റിൽ എമൗണ്ട് എഴുതിയിട്ടുണ്ട്, ഒരു സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷനും പ്ലേസ് ഓഫ് ട്രാൻസാക്ഷനും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എഴുതി ചേർത്തു, 3 months ആഫ്റ്റർ ഡേറ്റ് പേ ടു മീ ഓർ മൈ ഓർഡർ ദ സം ഓഫ് ₹10,000 ഓൺലി ഫോർ വാല്യൂ റിസീവ്ഡ്. 3 മാസത്തിന് ശേഷമുള്ള ആ ദിവസം പേ ടു മീ ഓർ മൈ ഓർഡർ, എനിക്ക് പേയ്മെൻറ്റ് നൽകണം അല്ലെങ്കിൽ എൻ്റെ നിർദ്ദേശമനുസരിച്ച് മറ്റൊരാൾക്ക് നൽകണം. ദ സം ഓഫ് ₹10,000 ഓൺലി ഫോർ വാല്യൂ റിസീവ്ഡ്. 10,000 രൂപയുടെ മൂല്യമുള്ള ഈ കൈമാറ്റം ചെയ്യപ്പെട്ട ഗുഡ്സിന് പകരമായിട്ട് 10,000 രൂപ എനിക്ക് നൽകണം എന്ന ഒരു ഓർഡർ ആണ്, ഒരു നിർദ്ദേശം. ആർക്കുള്ള നിർദ്ദേശമാണ്? അനിൽ സലീമിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. എന്നിട്ട് അനിൽ അതിൽ പേരെഴുതി സൈൻ ചെയ്യുന്നു, അനിലിൻ്റെ അഡ്രസ്സ് എഴുതുന്നു. ഇത് ആർക്കുള്ളതാണ്? ടു സലീം, തിരൂർ റോഡ്, വളാഞ്ചേരി. ഓക്കെ, ഈ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കിയതിന് ശേഷം അനിൽ എന്ത് ചെയ്യും? ഇത് സലീമിന് കൊടുക്കും. സലീം അതിൽ ആക്സെപ്റ്റഡ് എന്നെഴുതി സൈൻ ചെയ്യുന്നു. അതിനുശേഷം സലീമിൻ്റെ അഡ്രസ്സും ഫുൾ ഡീറ്റെയിൽസും എഴുതുന്നു. ഈ ഒരു ഡോക്യുമെൻ്റ് ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 അനുസരിച്ച് തയ്യാറാക്കപ്പെടുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻ്റ് സെല്ലർ ഓർ ക്രെഡിറ്റർ തയ്യാറാക്കി
ബയർ ഓർ ഡെപ്റ്റർക്ക് കൈമാറി അദ്ദേഹം അത് ആക്സെപ്റ്റഡ് എന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സോ നമുക്ക് സിമ്പിളായി പറയാം, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. ഒരു കടമായി നടന്ന ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു അക്നോളജ്മെൻ്റ് ആണ്, നിയമപ്രകാരം തയ്യാറാക്കപ്പെട്ട ഒരു രേഖയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഈ ഒരു ഫോർമാറ്റിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ മറ്റൊരു കാര്യം കൂടി നോക്കാം. ഇതേ ട്രാൻസാക്ഷനിൽ നേരത്തെ നമ്മൾ കണ്ടത് ക്രെഡിറ്ററാണ് തയ്യാറാക്കിയത്. ഇതേ രേഖ തന്നെ ആർക്കും തയ്യാറാക്കാം, നമ്മളിവിടെ സലീമിന് തയ്യാറാക്കാം, അഥവാ ഡെപ്റ്റർക്ക് തയ്യാറാക്കാം. ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കുക. ₹10,000 കാലിക്കറ്റ് 1/4/2020 സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. 3 months ആഫ്റ്റർ ഡേറ്റ് I promise to pay Anil or order the sum of ₹10,000 only for the value received. ഇവിടെ തയ്യാറാക്കിയത് സലീം അഥവാ ഡെപ്റ്ററാണ്. എന്താ എഴുതിയിട്ടുള്ളത്? ഞാൻ 10,000 രൂപ 3 മാസത്തിന് ശേഷം അനിലിന് കൊടുത്തോളാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. ഫോർ ദ വാല്യൂ റിസീവ്ഡ്, ഞാൻ സ്വീകരിച്ച സാധനങ്ങൾക്ക് പകരമായിട്ട്. എന്നിട്ട് അതിൽ സലീം പേരെഴുതി സൈൻ ചെയ്യുന്നു. ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു അനിലിന് കൈമാറ്റം ചെയ്യുന്നു. ഈ ഒരു ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് പ്രോമിസറി നോട്ട്. അപ്പോൾ നമ്മൾ 2 ഡോക്യുമെൻ്റ് കണ്ടു. ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 അനുസരിച്ച് തയ്യാറാക്കുന്ന ഈ 2 ഡോക്യുമെൻറ്റിൽ ആദ്യത്തേത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഇത് തയ്യാറാക്കുന്നത് ക്രെഡിറ്ററാണ്. എന്നിട്ട് ഡെപ്റ്റർക്ക് കൊടുത്ത് അത് സൈൻ ചെയ്ത് വാങ്ങിക്കുന്നു. ഓക്കെ, ദെൻ രണ്ടാമത് കണ്ടത് പ്രോമിസറി നോട്ടാണ്. ഇത് തയ്യാറാക്കുന്നത് ഡെപ്റ്ററാണ്. ഡെപ്റ്റർ 3 മാസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റിന് 10,000 രൂപ കൊടുത്തോളാം എന്ന് പ്രോമിസ് ചെയ്യുന്നു, സലീമിന് കൊടുത്തോളാമെന്ന്. ഈ ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അക്കോർഡിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881, a bill of exchange is defined as an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് ഡിഫൈൻ ചെയ്യുന്നത്, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈ രീതിയിലാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു എഴുതി തയ്യാറാക്കിയ ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഒരു ഡോക്യുമെൻ്റാണ്. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. അതിലുള്ളത് എന്താണ്? ആൻ അൺകണ്ടീഷണൽ ഓർഡർ, ഒരു കണ്ടീഷനും ഇല്ലാത്ത ഓർഡറാണ്. സൈൻ ബൈ ദ മേക്കർ, അത് തയ്യാറാക്കിയ ഈ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കിയ ആൾ അതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആ ഓർഡറിൽ എന്താണ് ഉൾക്കൊള്ളുന്നത്? ഡയറക്റ്റിംഗ് എ സെർട്ടൈൻ പേഴ്സൺ, ഒരു പ്രത്യേക വ്യക്തിയെ നിർദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ അയാളോട് ഒരു ഓർഡർ ചെയ്യുകയാണ്. ഒരു നിശ്ചിത എമൗണ്ട് എൻ്റെ നിർദ്ദേശപ്രകാരം എനിക്കോ അല്ലെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്ന മറ്റൊരാൾക്കോ അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻ്റ് കൈവശം വെച്ചിട്ടുള്ള മറ്റൊരാൾക്കോ 10,000 രൂപ അല്ലെങ്കിൽ ആ എമൗണ്ട് ഈ ഡോക്യുമെൻറ്റിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എമൗണ്ട് കൈമാറണം എന്ന ഒരു ഓർഡറാണ്, നിർദ്ദേശമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നമുക്കിത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് എടുത്ത് പരിശോധിക്കാം. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് ഉണ്ട്. ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ച ഫോർമാറ്റാണ് നമ്മൾ നേരത്തെ കണ്ടത്. നിർബന്ധമായും എഴുതി തയ്യാറാക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ദെൻ സെക്കൻഡ്, ഇറ്റ് ഈസ് ആൻ ഓർഡർ ടു മേക്ക് പേയ്മെൻറ്റ്. ഇതൊരു പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഓർഡറാണ്. ദെൻ ദ ഓർഡർ ടു മേക്ക് പേയ്മെൻറ്റ് ഈസ് അൺകണ്ടീഷണൽ. ഈ എമൗണ്ട് കൊടുക്കുന്നതിന് ആ ഓർഡറിന് മറ്റ് കണ്ടീഷൻസ് ഒന്നുമില്ല. ഈ ഡോക്യുമെൻ്റ് ഹാജരാക്കുന്ന സമയത്ത് ആ ക്രെഡിറ്റ് പീരിയഡ് കഴിഞ്ഞ ഡേറ്റിൽ നിർബന്ധമായിട്ടും ഈ പേയ്മെൻറ്റ് നടന്നിരിക്കണം, മറ്റ് കണ്ടീഷൻസ് ഒന്നുമില്ല. ദെൻ ദ മേക്കർ ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് സൈൻ ഇറ്റ്. ഇത് തയ്യാറാക്കിയ ആൾ നിർബന്ധമായിട്ടും അതിൽ സൈൻ ചെയ്തിരിക്കണം. ദ പേയ്മെൻറ്റ് ടു ബി മെയ്ഡ് മസ്റ്റ് ബി സെർട്ടൈൻ. ഒരു നിശ്ചിത എമൗണ്ട്, കൃത്യമായ ഒരു മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ടാണ് ഇതിൽ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ദെൻ ദ ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് മസ്റ്റ് ആൾസോ ബി സെർട്ടൈൻ. ഏത് ഡേറ്റിനാണോ പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്നും നിർബന്ധമായിട്ട് ഇതിൽ സെർട്ടൈൻ ആയിരിക്കണം. ആ ഒരു പ്രത്യേക ഡേറ്റിനായിരിക്കണം, ഡേറ്റിന് മാറ്റം വരാൻ പാടില്ല.
ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി പേയബിൾ ടു എ സെർട്ടൻ പേഴ്സൺ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്തായിരിക്കണം? എമൗണ്ട് നിർബന്ധമായിട്ടും ഒരു വ്യക്തിക്ക് പേ ചെയ്തിരിക്കണം. ദ എമൗണ്ട് മെൻഷൻഡ് ഇൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് പേയബിൾ എയ്തർ ഓൺ ഡിമാൻഡ് ഓർ ഓൺ ദ എക്സ്പയറി ഓഫ് എ ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈം. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എമൗണ്ട് പേ ചെയ്യേണ്ടത് ഒരു പ്രത്യേക കാലാവധി പൂർത്തിയായതിനു ശേഷമായിരിക്കണം, അല്ലെങ്കിൽ എയ്തർ ഓൺ ഡിമാൻഡ്, അല്ലെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കണം. അപ്പോൾ അത് ഏത് തരം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് എന്നതിനനുസരിച്ചിരിക്കും. സാധാരണഗതിയിൽ ഒരു എക്സ്പയറി ഓഫ് എ പീരിയഡാണ് ഇതിലെ പേയ്മെൻറ്റ് നടത്തുന്നത്. ദെൻ ഇറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് ആസ് പെർ റിക്വയർമെൻറ്റ് ഓഫ് ലോ. നിർബന്ധമായിട്ടും നിയമപ്രകാരമുള്ള വാലിഡ് ആയിട്ടുള്ള സ്റ്റാമ്പ് പതിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ. ദെൻ പാർട്ടീസ് ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടീസാണ് ഉൾക്കൊള്ളുന്നത്. ഒന്ന് ഡ്രോയർ. ഡ്രോയർ ഈസ് ദ മേക്കർ ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഹീ ഈസ് ദ ക്രെഡിറ്റർ ഓർ സെല്ലർ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുന്നയാളെ പറയുന്ന പേരാണ് ഡ്രോയർ, അല്ലെങ്കിൽ മേക്കർ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡ്രോയർ ആരായിരിക്കും? ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുന്നത് സെല്ലറാണ് അഥവാ ക്രെഡിറ്ററാണ്. ദെൻ ഡ്രോയി. ഡ്രോയി ഈസ് ദ പേഴ്സൺ അപ്പോൺ ഹൂം ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡ്രോൺ. ഹീ ഈസ് ദ ബയർ ഓർ ഡെപ്റ്റർ. ഡ്രോയി എന്ന് പറഞ്ഞാൽ ആരുടെ പേരിലാണോ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുന്നത്, ആരോടുള്ള ഓർഡറാണോ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉള്ളത്, ആ പേയ്മെൻറ്റ് നടത്തേണ്ട പാർട്ടിയാണ്, അയാളുടെ പേരിലായിരിക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുന്നത്. അദ്ദേഹത്തെ പറയുന്ന പേരാണ് ഡ്രോയി, അല്ലെങ്കിൽ ആക്സെപ്റ്റർ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹീ ഈസ് ദ ബയർ ഓർ ഡെപ്റ്റർ. ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനിൽ സാധനങ്ങൾ വാങ്ങിച്ച ആളായിരിക്കും അഥവാ ഡെപ്റ്റർ ആയിരിക്കും. ദെൻ പേയി. പേയി ഈസ് ദ പേഴ്സൺ ടു ഹൂം ദ പേയ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ, ആ ക്രെഡിറ്റ് പീരീഡ് അവസാനിക്കുമ്പോൾ ആർക്കാണോ ഡ്രോയി പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് അദ്ദേഹത്തെ പറയുന്ന പേരാണ് പേയി. പേയി മിക്കവാറും ഡ്രോയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രോയർക്ക് ചില ഓപ്ഷൻസ് ഉണ്ട്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കിയ ഡ്രോയർക്ക് അദ്ദേഹം ക്യാഷ് കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ക്രെഡിറ്റർക്ക് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൈമാറാം. അങ്ങനെയാണെങ്കിൽ സെറ്റിൽമെൻറ്റ് ഡേറ്റിന് ഈ ഡ്രോയി ക്യാഷ് കൊടുക്കേണ്ടത് മറ്റു ചില ആളുകൾക്കും ആവാം. ഒന്നുകിൽ ബാങ്കിൽ അടയ്ക്കേണ്ടതായി വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൊടുക്കേണ്ടതായി വരാം. അങ്ങനെയാണെങ്കിൽ ആ പേയ്മെൻറ്റ് ആർക്കാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ ഫൈനൽ ഇതിൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്, അദ്ദേഹത്തെ പറയുന്ന പേരാണ് പേയി. പേയി ആരാവാം? ഡ്രോയറും ആവാം, ഡ്രോയർ അല്ലാത്ത മറ്റൊരു പേഴ്സണും ആവാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യാവുന്ന ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ആരുടെ കയ്യിലാണോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉള്ളത് അദ്ദേഹത്തിനാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടീസാണ്. ഒന്ന് ഡ്രോയർ, 2 ഡ്രോയി, 3 പേയി. ദെൻ നമ്മൾ പ്രോമിസറി നോട്ടിനെ കുറിച്ചാണ് പറയുന്നത്. പ്രോമിസറി നോട്ടിന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 തരുന്ന ഡെഫിനിഷൻ: എ പ്രോമിസറി നോട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ്. എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്, ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയും. നോട്ട് ബീയിങ് എ ബാങ്ക് നോട്ട് ഓർ കറൻസി നോട്ട്. അത് ബാങ്ക് നോട്ടോ കറൻസി നോട്ടോ അല്ല. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് സൈൻ ബൈ ദ മേക്കർ ടു പേ എ സെർട്ടൻ സം ഓഫ് മണി ഓൺലി ടു ഓർ ടു ദ ഓർഡർ ഓഫ് എ സെർട്ടൻ പേഴ്സൺ ഓർ ടു ദ ബെയറർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. പ്രോമിസറി നോട്ടും എഴുതി തയ്യാറാക്കിയ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു ഡോക്യുമെൻ്റ് ആണ്. ആ ഡോക്യുമെൻറ്റിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? ഒരു അൺകണ്ടീഷണൽ പ്രോമിസ് ആണ്. അണ്ടർടേക്കിംഗ്, അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ എ സെർട്ടൻ സം ഓഫ് മണി. ഒരു നിശ്ചിത എമൗണ്ട് ഒരു കാലാവധി പൂർത്തിയാവുമ്പോൾ കൊടുത്തോളാം എന്നുള്ള പ്രോമിസാണ് പ്രോമിസറി നോട്ട്. ഇവിടെ ഓർ ടു ദ ബെയറർ ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിലെ ഡെഫിനിഷനിൽ ഈ ഡോക്യുമെൻ്റ് കൈവശം ഉള്ള ആൾക്ക് കൊടുത്തോളാം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമപ്രകാരം ഇതിലെ എമൗണ്ട് കൊടുക്കേണ്ടത് ഇതിലെ യഥാർത്ഥത്തിലുള്ള ഡ്രോയി ആരാണോ അയാൾക്കാണ്. ഓക്കെ. ദെൻ ഫീച്ചേഴ്സ് ഓഫ് പ്രോമിസറി നോട്ട്. എ പ്രോമിസറി നോട്ട് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. പ്രോമിസറി നോട്ട് എഴുതി തയ്യാറാക്കിയതാവണം. ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിൽ തയ്യാറാക്കേണ്ടതാണ്. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ.
ഒരു അൺകണ്ടീഷണൽ പ്രോമിസാണ്, എമൗണ്ട് കൊടുത്തോളാമെന്ന പ്രോമിസാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എന്തായിരുന്നു? അൺകണ്ടീഷണൽ ഓർഡർ ആയിരുന്നു, തന്നോളണം എന്നുള്ള ഒരു ഓർഡർ ആയിരുന്നു. ഇവിടെ കൊടുത്തോളാം, ഞാൻ തന്നോളാം എന്നുള്ള പ്രോമിസാണ്. ദെൻ ദ സം പേബിൾ മസ്റ്റ് ബി സെർട്ടൈൻ, ഇതിലെ എമൗണ്ട് ഒരു നിശ്ചിത എമൗണ്ട് തന്നെ ആയിരിക്കണം. ദെൻ ഫോർത്ത്, ഇറ്റ് മസ്റ്റ് ബി സൈൻ ബൈ ദ മേക്കർ, ഇത് തയ്യാറാക്കുന്ന ആൾ ഡെപ്റ്ററാണ് തയ്യാറാക്കുന്നത്, ഡെപ്റ്റർ സൈൻ ചെയ്തിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി പേബിൾ ടു എ സർട്ടൻ പേഴ്സൺ, ഒരു നിശ്ചിത വ്യക്തിക്കായിരിക്കണം ഇതിലെ എമൗണ്ട് കൊടുക്കേണ്ടത്. ദെൻ ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ്, നിയമപ്രകാരമുള്ള സ്റ്റാമ്പ് ഇതിൽ പതിപ്പിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ്, പാർട്ടീസ് ടു എ പ്രോമിസറി നോട്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നമ്മൾ 3 പാർട്ടിയെ കണ്ടു, ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. പക്ഷേ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 2 പാർട്ടിയേ ഉള്ളൂ. ഒന്ന് ഡ്രോയർ. ഡ്രോയർ ഈസ് ദ മേക്കർ ഓഫ് ദ പ്രോമിസറി നോട്ട്. ഡ്രോയർ എന്ന് പറഞ്ഞാൽ പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്ന വ്യക്തിയാണ്. ഹി ഈസ് ദ ബയർ ഓർ ഡെപ്റ്റർ. ഇത് തയ്യാറാക്കുന്നത് ഡെപ്റ്ററാണ്, അഥവാ ക്രെഡിറ്റ് ട്രാൻസാക്ഷനിൽ സാധനങ്ങൾ വാങ്ങിച്ച ആളാണ്. ദെൻ ഡ്രോയി ബാർ പേയി. ഡ്രോയി ഓർ പേയി ഈസ് ദ പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ ദ പ്രോമിസറി നോട്ട് ഈസ് ഡ്രോൺ. ഹി ഈസ് കോൾഡ് ദ പ്രോമിസി. പ്രോമിസറി നോട്ടിൽ ഡ്രോയി അല്ലെങ്കിൽ പേയി എന്ന് പറയുന്നത് ആർക്കാണോ ക്യാഷ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആർക്ക് ക്യാഷ് കൊടുക്കാനുള്ള പ്രോമിസാണ് ഈ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആർക്ക് ഫേവറായിട്ടാണോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അദ്ദേഹത്തെ പറയുന്ന പേരാണ് ഡ്രോയി അല്ലെങ്കിൽ പേയി. ഹി ഈസ് ആൾസോ കോൾഡ് ദ പ്രോമിസി ആൻഡ് ഹി ഈസ് ദ ക്രെഡിറ്റർ ഓർ സെല്ലർ. Then differences between a bill of exchange and a promissory note. ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ക്രെഡിറ്റർ ഈസ് ദ ഡ്രോയർ ഓർ മേക്കർ. ക്രെഡിറ്ററാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുന്നത്. അതേസമയം പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്നത് ആരാണ്? ഡെപ്റ്റർ ഈസ് ദ ഡ്രോയർ ഓർ മേക്കർ. പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്നത് ഡെപ്റ്ററാണ്, അദ്ദേഹത്തെ നമ്മൾ ഡ്രോയർ അല്ലെങ്കിൽ മേക്കർ എന്ന് പറയും. ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഓർഡർ ടു പേ ക്യാഷ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്യാഷ് കൊടുക്കാനുള്ള നൽകാനുള്ള ഒരു ഓർഡറാണ്, അൺകണ്ടീഷണൽ ഓർഡറാണ്. അതേസമയം പ്രോമിസറി നോട്ട് ഇറ്റ് ഈസ് എ പ്രോമിസ് ടു പേ ക്യാഷ്. ഇത് ക്യാഷ് കൊടുത്തോളാമെന്ന ഒരു വാഗ്ദാനമാണ്, പ്രോമിസാണ്. ലീഗലായിട്ട് വാലിഡിറ്റി ഉള്ള ഓർഡർ, ലീഗലായിട്ട് വാലിഡിറ്റി ഉള്ള പ്രോമിസ് എന്ന് മനസ്സിലാക്കുക. ദെൻ റിക്വയേഴ്സ് ആക്സെപ്റ്റൻസ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇത് ആര് ആക്സെപ്റ്റ് ചെയ്യണം? ഡ്രോയർ അതിൽ സൈൻ ചെയ്ത് ആക്സെപ്റ്റഡ് എന്ന് എഴുതി സൈൻ ചെയ്താൽ മാത്രമേ ഇത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആവുന്നുള്ളൂ. നിർബന്ധമായിട്ടും ആക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതേസമയം പ്രോമിസറി നോട്ട് ഡസ് നോട്ട് റിക്വയർ ആക്സെപ്റ്റൻസ്. പ്രോമിസറി നോട്ടിൽ ആക്സെപ്റ്റൻസിൻ്റെ ആവശ്യമില്ല, പ്രോമിസ് സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഡ്രോയർ ആൻഡ് ഡ്രോയി. ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കേസിൽ ഡ്രോയർ ആൻഡ് പേയി ക്യാൻ ബി ദ സെയിം പാർട്ടി. ഡ്രോയറും പേയും ഒരേ പാർട്ടി ആവാം, ഡ്രോയർ തന്നെ ആവാം ക്യാഷ് സ്വീകരിക്കുന്ന ആൾ. ചില സാഹചര്യങ്ങൾ മാറ്റം ഉണ്ടാവാം. ദെൻ ഇൻ ദ കേസ് ഓഫ് പ്രോമിസറി നോട്ട് ഡ്രോയർ കനോട്ട് ബി ദ സെയിം പാർട്ടി. ഡ്രോയർ പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്നത് ഡ്രോയർ എന്ന് പറഞ്ഞാൽ ഡെപ്റ്ററാണ്, പക്ഷേ ക്യാഷ് കിട്ടുന്നത് ആർക്കാണ്? ഡ്രോയിക്കാണ്. രണ്ടും ഒരു പാർട്ടി ആവില്ല. ദെൻ ദർ ആർ 3 പാർട്ടീസ് in the case of a bill of exchange: the drawer, drawee and the payee. 3 പാർട്ടികളാവാം. 3 പാർട്ടികളുണ്ട്, ഡ്രോയറും ഡ്രോയിയും പേയിയും. Then there are 2 parties, the drawer and the drawee. There are 2 parties, the drawer and the payee in the case of promissory note. Then advantages of a bill of exchange. Bill of exchangeൻ്റെ advantages, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഫോറിൻ ട്രേഡിൽ, കയറ്റുമതി ഇറക്കുമതി, ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ നിയമപ്രകാരം നിർബന്ധമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ മറ്റു നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. ദെൻ ഇറ്റ് ഇസ് എ ലീഗൽ ഡോക്യുമെൻറ്റ്. നിയമപ്രകാരം മൂല്യമുള്ള വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ദെൻ ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ 3 മാസം വാലിഡിറ്റി ഉള്ള ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടന്നു. ആ ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ ഉടൻ എന്ത് ചെയ്തു? അവർ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലേക്ക് മാറ്റി, ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കി.
അപ്പോൾ ഡ്രോയർ ആ ക്രെഡിറ്ററെ സംബന്ധിച്ച് സെല്ലറെ സംബന്ധിച്ച് 3 മാസം കഴിഞ്ഞ് ക്യാഷ് കിട്ടും. എന്നാൽ അയാൾക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അയാൾക്ക് എന്ത് ചെയ്യാം, അന്ന് തന്നെ വേണമെങ്കിൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ക്യാഷ് വാങ്ങാം. ഡെപ്റ്റർ 3 മാസം കഴിഞ്ഞിട്ടേ ക്യാഷ് തരുള്ളൂ. പക്ഷേ ക്രെഡിറ്റർക്ക് എന്ത് ചെയ്യാം, ഒരു സൗകര്യമുണ്ട്. ബാങ്കിൽ നിന്നും ആ ക്യാഷ് നേരത്തെ വാങ്ങാം. പക്ഷേ ബാങ്ക് എന്ത് ചെയ്യും, അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് മൈനസ് ചെയ്യും, ഡിസ്കൗണ്ട് ചെയ്യും. ആ ഒരു ഇടപാടിനെ നമ്മൾ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ് പറയാം. നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ ബാങ്കിങ് പഠിച്ച സമയത്ത് ഈ ഒരു ടേം കേട്ടിട്ടുണ്ടാവും. എ ടൈപ്പ് ഓഫ് ലോൺ എന്നൊക്കെ പറയും, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ദെൻ കൺവീനിയൻറ്റ് മീൻസ് ഓഫ് ക്രെഡിറ്റ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷനുള്ള ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു രീതിയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുക എന്നത്. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷന് സെല്ലർക്കും ബയർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ദെൻ എൻഡോഴ്സ്മെൻറ്റ് ഫെസിലിറ്റി. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. എൻ്റെ കയ്യിലൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ ക്യാഷ് കൊടുക്കാനുള്ള ഒരാൾക്ക് ക്യാഷിന് പകരം ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, എന്നെ സംബന്ധിച്ചിടത്തോളം ബിൽ റിസീവബിൾ എന്ന് പറയും, അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ട്രാൻസ്ഫർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ദെൻ കൺവീനിയൻറ്റ് മീൻസ് ഓഫ് മേക്കിംഗ് ഫോറിൻ പേയ്മെൻറ്റ്സ്. ഫോറിൻ ട്രേഡിൽ, ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രാൻസാക്ഷൻസിൽ ഫോറിൻ പേയ്മെൻറ്റ്സ് നടത്താനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ദെൻ ഹെൽപ്ഫുൾ ഇൻ പ്ലാനിങ് ക്യാഷ് ഓപ്പറേഷൻസ്. ബിസിനസ്സിൻ്റെ ക്യാഷ് മാനേജ്മെൻറ്റിൽ വളരെ ഹെൽപ്ഫുള്ളാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഏത് ദിവസം എത്രമാത്രം ക്യാഷ് ബിസിനസ്സിലേക്ക് വരും, അല്ലെങ്കിൽ എത്രമാത്രം ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള അതും ക്യാഷ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡിസിഷൻ മേക്കിങ്ങിൽ ഏറ്റവും സഹായകരമായിട്ടുള്ള ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ അക്കൗണ്ടിങ് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് മെച്യൂരിറ്റി ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എപ്പോഴാണ് കാലാവധി പൂർത്തിയാവുന്നത്? നമുക്കറിയാം, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് പരമാവധി 3 മാസം വരെയൊക്കെയാണ് സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് കൊടുക്കുക. അപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്യാഷ് കിട്ടുക. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരുന്ന ക്രെഡിറ്റ് ട്രാൻസാക്ഷനിൽ ഈ ബില്ലിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന ഡേറ്റ് സെർട്ടൻ ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു. അഥവാ ആ സെർട്ടൻ ഡേറ്റിനാണ് ഈ ബില്ല് മെച്യൂർ ആവുന്നത്, അല്ലെങ്കിൽ ഈ ബില്ലിന് നമുക്ക് ക്യാഷ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ബില്ലിൻ്റെ ക്യാഷ് കൊടുക്കേണ്ടത്. അപ്പോൾ മെച്യൂരിറ്റി ഡേറ്റ് നമ്മൾ നോക്കാം. ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഈസ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ പേയ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അടങ്ങിയിരിക്കുന്ന എമൗണ്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ദിവസമാണ്, അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുന്ന ദിവസമാണ് നമ്മൾ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. 3 days എക്സ്ട്രാ ടു ബി ആഡഡ് ഫോർ കാൽക്കുലേറ്റിംഗ് മെച്യൂരിറ്റി ഡേറ്റ്. മെച്യൂരിറ്റി ഡേറ്റ് നമ്മളതിനെ ഡ്യൂ ഡേറ്റ് എന്ന് പറയാറുണ്ട്. ആ ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, മെച്യൂരിറ്റി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 3 മാസം പൂർത്തിയായി അതിൻ്റെ കൂടെ 3 എക്സ്ട്രാ ദിവസം കൂടി ആഡ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ 3 ദിവസത്തെ നമ്മൾ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ഏപ്രിൽ 1, 2020 3 മാസത്തെ ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടന്നു. 3 മാസം ക്രെഡിറ്റ് ഉള്ള ഒരു ട്രാൻസാക്ഷൻ നടന്നു. അപ്പോൾ എന്നായിരിക്കും ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്? നമുക്കറിയാം, ഏപ്രിൽ 1 ട്രാൻസാക്ഷൻ. ഏപ്രിൽ, മെയ്, ജൂൺ, അല്ലേ? ജൂൺ 3 മാസമായി. അപ്പോൾ ജൂലൈ 1 ക്യാഷ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? 3 ദിവസം എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് 4/7/2020 ആണ്. ജൂലൈ 4, 2020 ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ്. ഓക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡ്യൂ ഡേറ്റ് അഥവാ മെച്യൂരിറ്റി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ്, ഇഫ് ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഫോൾസ് ഓൺ എ പബ്ലിക് ഹോളിഡേ, ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി വിൽ ബി ദ പ്രൊസീഡിംഗ് ബിസിനസ് ഡേ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 3 ദിവസം എക്സ്ട്രാ ആഡ് ചെയ്തതിന് ശേഷം വരുന്ന ആ ദിവസം ഒരു പബ്ലിക് ഹോളിഡേ ആണ്. സൺഡേ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പബ്ലിക് ഹോളിഡേയ്സ് ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ഡേറ്റ് അഥവാ മെച്യൂരിറ്റി ഡേറ്റ് എടുക്കേണ്ടത് ദ പ്രൊസീഡിംഗ് ബിസിനസ് ഡേ ആണ്. പ്രൊസീഡിംഗ് ബിസിനസ് ഡേ എന്ന് പറഞ്ഞാൽ ആ പബ്ലിക് ഹോളിഡേൻ്റെ തൊട്ട് തലേ ദിവസം, തൊട്ട് മുമ്പുള്ള വർക്കിംഗ് ഡേ. ഫോർ എക്സാമ്പിൾ, മെയ് 12, 2020
ഫോർ 3 months. മെയ് 12, 2020 ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടന്നു. 3 മാസമാണ് ക്രെഡിറ്റ് പീരീഡ്. അപ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്നായിരിക്കും? മെയ് 12 കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 12 ഇതിൻ്റെ 3 മാസം പൂർത്തിയാവുന്നത്. 3 ദിവസം എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ ഏതായിരിക്കും മെച്യൂരിറ്റി ഡേറ്റ്? ഓഗസ്റ്റ് 15, ഓഗസ്റ്റ് 15, 2020 ഇതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ്. പക്ഷേ ഓഗസ്റ്റ് 15 എന്താണ്? പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ നമ്മളിവിടെ മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് എടുക്കേണ്ടത് 14/8/2020, ഓഗസ്റ്റ് 14 തൊട്ട് തലേ ദിവസം അല്ലേ, തൊട്ട് മുമ്പത്തെ ബിസിനസ് ഡേ അഥവാ വർക്കിംഗ് ഡേ ആണ് നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് ആയി എടുക്കേണ്ടത്. അപ്പോൾ പബ്ലിക് ഹോളിഡേ ആയി വരുന്ന ദിവസമാണ് മെച്യൂരിറ്റി ഡേറ്റ് ആയി വരുന്നതെങ്കിൽ തൊട്ട് തലേ ദിവസമായിരിക്കും, തൊട്ട് മുമ്പത്തെ വർക്കിംഗ് ഡേ ആയിരിക്കും മെച്യൂരിറ്റി ഡേറ്റ്. ദെൻ മറ്റൊരു പ്രധാന പോയിന്റ് കൂടി നോക്കണം. ഇഫ് ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഫോൾസ് ഓൺ എ ഡിക്ലെയർഡ് ഹോളിഡേ, ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി വിൽ ബി ദ നെക്സ്റ്റ് വർക്കിംഗ് ഡേ. ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി വരുന്നത് ഒരു ഡിക്ലെയർഡ് ഹോളിഡേ ആണെങ്കിൽ, ചില സമയത്ത് ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ച് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടേഴ്സോ ഒക്കെ അവധി പ്രഖ്യാപിക്കാറുണ്ട്. മുൻകൂട്ടിയുള്ള അവധി അല്ലാതെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ അവധി പ്രഖ്യാപിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് ദിവസമാണ് ഈ ബില്ലിൻ്റെ കാലാവധി വരിക? അങ്ങനെയാണെങ്കിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി വിൽ ബി ദ നെക്സ്റ്റ് വർക്കിംഗ് ഡേ. ഡിക്ലെയർഡ് ഹോളിഡേ വരുന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്, പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വർക്കിംഗ് ഡേ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോവിഡ് സിറ്റുവേഷനിൽ ഒരുപാട് അവധികൾ പ്രഖ്യാപിക്കാറുണ്ട്. ലോക്ക്ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവധിയായി, സ്ഥാപനങ്ങൾ തുറക്കുന്നില്ല. അപ്പോൾ അതിനിടക്ക് വരുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് പേയ്മെൻറ്റ് ഡേറ്റ് എന്നേക്ക് മാറും. പിന്നീട് എന്നാണോ അടുത്ത വർക്കിംഗ് ഡേ വരുന്നത് ആ ദിവസമായിരിക്കും പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്നത്. ഫോർ എക്സാമ്പിൾ April 1, 2020 3 months ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. നോർമലി ഇതിൻ്റെ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി വരുന്നത് 4/7/2020 അന്നൊരു ഡിക്ലെയർഡ് ഹോളിഡേ വന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്നായിരിക്കും? 5/7/2020 അടുത്ത വർക്കിംഗ് ഡേ പിറ്റേ ദിവസമായിരിക്കും. അതല്ല, തുടർച്ചയായ ദിവസങ്ങളിൽ ഇത് ഡിക്ലെയർഡ് ഹോളിഡേ ആണെങ്കിൽ എന്നാണോ അടുത്ത വർക്കിംഗ് ഡേ വരുന്നത് അന്നാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ആ കാലാവധി പൂർത്തിയാവുന്നത്, മെച്യൂരിറ്റി ഡേറ്റ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും എന്താണ്, അതിൽ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ അഡ്വാൻറ്റേജസും, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ പ്രോമിസറി നോട്ടിൻ്റെ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്നാണ്, എന്നെങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ അക്കൗണ്ടിങ് സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു.